ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്, അതായത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് പ്രോജക്റ്റ് റിപ്പോർട്ട്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ വരുന്ന കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, അതായത് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് വൺ, ദ എക്സിക്യൂട്ടീവ് സമ്മറി. There's a brief summary of the entire project. It includes location and name of the enterprise, nature of business, type of the product, service and financial requirements. ഓക്കെ, അതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയെ പറ്റിയും അതേപോലെ തന്നെ അവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ഓർ സർവീസസ്, അതിൻ്റെ ഒരു ജനറൽ ഇൻഫോർമേഷൻ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രൊമോട്ടേഴ്സ് ഓർ ദ ഓൺട്രപ്രണേഴ്സ്. അതായത് ഇപ്പോൾ ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് ആയിരിക്കാം, അവരുടെ ഫുൾ details like name, address, age, family background, educational qualification, work experience and project related experience, investment potential, ഇതൊക്കെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രൊമോട്ടേഴ്സ് ഓർ ഓൺട്രപ്രണേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ദ ഡീറ്റെയിൽസ് ഓഫ് ദി പ്രൊഡക്റ്റ്, അതായത് വിച്ച് പ്രൊഡക്റ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് ഐഡിയ, പ്രൊപ്പോസ്ഡ് പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്. അതായത് പ്രൊഡക്റ്റ് മിക്സ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്ന പ്രൊഡക്റ്റ് മിക്സ്, അത് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. നെക്സ്റ്റ്, ദ മാർക്കറ്റ് ആൻഡ് marketing, like the market potential analysis and the users of the product, major buyers, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിങ്ങിൽ. അതായത് നമ്മൾ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്, ഏതൊക്കെ കസ്റ്റമേഴ്സ് ആയിരിക്കും അത് പർച്ചേസ് ചെയ്യുക, പിന്നെ അതിൻ്റെ സെല്ലിംഗ് പ്രൊസീജിയർ, എന്തൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അതിലേക്ക് ആഡ് ചെയ്യും, അതേപോലെ തന്നെ എന്തൊക്കെ ട്രേഡ് പ്രാക്ടീസസ്, ട്രേഡ് പ്രൊമോഷൻസ്, ഇനി മാർക്കറ്റ് റിസർച്ചുകൾ, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, എന്നിട്ടാണല്ലോ നമ്മളതിൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ. ലൊക്കേഷൻ മീൻസ് എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, എന്തുകൊണ്ടാണ് ആ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇനി വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്, എന്തൊക്കെ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത്, അതാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ കണ്ടൻറ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ലൈക്ക് ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സ് ഓഫ് ദി ഫ്ലോ ചാർട്ട് ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാം ആൻഡ് ദ പ്രോഗ്രാം നെറ്റ്വർക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ദ റോ മെറ്റീരിയൽസ്. എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ് നമ്മൾ ആ ഒരു ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സോഴ്സ്, അതേപോലെ തന്നെ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ സപ്ലയേഴ്സ് ആയിരിക്കും, അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ദ റോ മെറ്റീരിയൽസ്, ക്വാളിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് ഈ ഒരു കണ്ടൻറ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. അടുത്തത് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് മീൻസ് വാട്ടർ, പവർ, സ്റ്റീം സോഴ്സസ്, കോസ്റ്റ്, അതേപോലെ തന്നെ ഇൻഫ്ലുവൻറ്റ് ഡിസ്പോസൽ, ഇതൊക്കെയാണ് യൂട്ടിലിറ്റീസിൽ നമ്മൾ കാണിക്കേണ്ടത്. നെക്സ്റ്റ്, ദ ട്രാൻസ്പോർട്ട് ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ, ലൈക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ദ ഗെറ്റിംഗ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദി ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ്, ദ മാൻ പവർ റിക്വയർമെൻറ്റ്, അതായത് വർക്ക് ഫോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ സ്കില്ലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത്, എത്ര വർക്ക് ഫോഴ്സ് വേണ്ടി വരും, അതേപോലെ തന്നെ അതിന് എങ്ങനെയാണ് നമ്മളത് പ്രൊക്യൂർമെൻറ്റ്, എങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിന് എത്രത്തോളം കോസ്റ്റ് വരും, ഇതൊക്കെയാണ് ഈ ഒരു മാൻ പവർ റിക്വയർമെൻറ്റിൽ നമ്മൾ കാണിക്കേണ്ടി വരിക. അടുത്തതാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലൈക്ക് ലാൻഡ് ഏരിയ, construction area, cost of the construction,
ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് പ്ലാൻ ലേ ഔട്ട് അലോങ് വിത്ത് കോസ്റ്റ്. അതായത് നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ് അതിൻ്റെ ഏരിയ പിന്നെ അതിന് അക്വയർ ചെയ്തിട്ടുള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ ഈ ഒരു കണ്ടൻറ്റിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അടുത്തത് പ്ലാന്റ് ആൻഡ് മിഷനറി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ പ്ലാന്റ് ഓർ മിഷനറീസ് ആണ് നമ്മൾ ആ ഒരു ഫേമിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് അത് അക്വയർ ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമ്മളതിൽ കാണിക്കണം. അടുത്തതാണ് ദ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ആൻഡ് ദ സോഴ്സ് ഓഫ് ഫിനാൻസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ഓരോ അസറ്റുകളും നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ്, അതാണ് ഈ പറയുന്നത് കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്. അത് എങ്ങനെ നമ്മൾ റിക്വയർ ചെയ്തു, അതായത് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്കതിൻ്റെ സോഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതൊക്കെയാണ് ഈ ഒരു കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ആൻഡ് ദ സോഴ്സ് ഓഫ് ഫിനാൻസിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി പ്രോജക്റ്റ്. അതായത് ഈ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഇയർ ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആൻഡ് അനാലിസിസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്യിക്കണം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ വയബിലിറ്റി നമ്മൾ കാണിക്കും. അതിൽ നിന്നും നമുക്ക് ഒരു ഏകദേശ ഐഡിയ കിട്ടും. അതായത് നമ്മളിപ്പോൾ ഇത്ര സെയിൽസ് നമുക്ക് നടക്കണം, ഇത്ര കോസ്റ്റുകൾ നമുക്ക് വരുന്നു, ഇത്ര പ്രോഫിറ്റ് നമുക്ക് വരുന്നു, അത് പല മെത്തേഡുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പല സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ഫിനാൻഷ്യൽ വയബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദീസ് ആർ ദ കണ്ടൻറ്റ് ഓഫ് ദ പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഓക്കെ, അതായത് എല്ലാം ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൽ മെൻഷൻ ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദി ഗുഡ് ഓർ ദ ഐഡൽ പ്രൊജക്റ്റ് റിപ്പോർട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ദ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ എക്സ്പേർട്ട് ടീം. ഓക്കെ, ഒരു എക്സ്പേർട്ട് ടീം ഉണ്ടായിരിക്കും. അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസി ഫേംസുകളുണ്ട് ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ട് നമുക്ക് പ്രിപ്പറേഷൻ നടത്താനായിട്ട് പറ്റും. Next, the project report should be based on the proper survey and systematic preliminary study of the project. നമ്മൾ വെറുതെ ഒരു അസംഷൻ്റെ ബേസിസിൽ നമുക്ക് വാല്യൂസ് എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സൈറ്റ് ഇവിടെ ആയിരിക്കണം, അങ്ങനെ രീതിയിൽ നമ്മൾ എഴുതരുത്. അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതാണ് പ്രോപ്പർ സർവേ ആൻഡ് ദ സിസ്റ്റമാറ്റിക് പ്രിലിമിനറി സ്റ്റഡി. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. ആൻഡ് ദ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈസ് ദ മീൻസ് ആൻഡ് നോട്ട് ദി എൻഡ്. ഓക്കെ, അതായത് ഒരിക്കലും പ്രൊജക്റ്റ് റിപ്പോർട്ട് തന്നെ മുന്നോട്ട് മീൻസ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് ഉറപ്പില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, ദ പ്രൊഡക്റ്റ് ഡിമാൻഡ്, capital resource, raw material availability, labor resource, etc. must be estimated properly after considering the varied factors. ഈ പറഞ്ഞ ഫാക്ടേഴ്സുകളെല്ലാം അല്ലെങ്കിൽ എലമെൻറ്റുകളെല്ലാം നമ്മൾ ഒരു വെറുതെ ചുമ്മാ നമുക്ക് ഇത്രയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം വരാൻ ചാൻസ് ഉള്ളത്, ഇത്ര സ്കില്ല്, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളത് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, അതായത് എസ്റ്റിമേറ്റഡ് ആയിട്ടായിരിക്കണം. പ്രോപ്പർ എസ്റ്റിമേറ്റിന് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും പ്രൊജക്റ്റ് റിപ്പോർട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. And through the discussion must be made with experts, various personal concerned departments before the finalizing report. നമ്മൾ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പേർട്ട് ടീമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഒപ്പം തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് ദ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതുപോലെ തന്നെ സപ്ലയേഴ്സ് ആൻഡ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻസിന് നമുക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയനും കൂടി നമുക്ക് കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൊജക്റ്റ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യാനായിട്ട്. ആൻഡ് ദ നെക്സ്റ്റ്, ദ എൻഡ് റിസൾട്ട് ഷുഡ് ബി റിസീവ് ദ ഫിനാൻസ് ആൻഡ് ഗെറ്റ് ടു ദി പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റഡ്. നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്തിനാണ്? ഫസ്റ്റ് വൺ, നമുക്ക് ആ ഒരു ജനറൽ അവയർനെസ് കിട്ടും. ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ നമുക്ക് ഫിനാൻസ് അല്ല, ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആവശ്യമായിട്ടുള്ള നമുക്ക് ക്യാപിറ്റൽ അവൈലബിൾ ആകുന്നത്. And the complete satisfaction of the entrepreneur or promoter should be ensured before the report is submitted to the financial institutions.
ഇനി ഒപ്പം തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയായിരിക്കും പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അത് ക്ലിയർഫുള്ളി അതൊന്ന് റീഡ് ചെയ്തിട്ട് അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടത്. Next, the project report should be precise, accurate and specific. The content of the project report should be logical sequence. Logical ആയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്ത് പോകാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐഡൽ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം? എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മളത് ഫോളോ ചെയ്ത് പോകേണ്ടതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് വൺ, ദ പ്രിൻസിപ്പിൾ ഓഫ് ദ പ്രോപ്പർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ കണ്ടു എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന്. അതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പോവാം. ആദ്യം ഫിനാൻഷ്യൽ വയബിലിറ്റി എഴുതി, അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതി, അങ്ങനെ കാര്യമില്ല. അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഒരു സീക്വൻസിലൂടെ വേണം നമ്മൾ എന്ത് എഴുതി പോകാനായിട്ട്, പ്രൊജക്റ്റ് റിപ്പോർട്ട് എഴുതാനായിട്ട്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ദ പ്രോപ്പർ ടൈമിങ്. ഓക്കെ, നമ്മൾ പ്രിപ്പറേഷൻ നടത്തുന്നത് നമുക്ക് എന്തായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് കിട്ടുന്നതിനായിരിക്കും. അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. അതാണ് പ്രോപ്പർ ടൈമിങ്. എന്നിട്ട് വേണം അത് സബ്മിറ്റ് ചെയ്യാൻ. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് അക്യുറസി. നമ്മുടെ എപ്പോഴും അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്ക് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള സർവേസ് അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫാക്ടേഴ്സ് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു എസ്റ്റിമേറ്റഡ്, അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് നമ്മൾ ഇത്രയ്ക്ക് എഴുതാം, ഇത്രയ്ക്ക് എമൗണ്ട് വരും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റോട് കൂടി അല്ലെങ്കിൽ പ്രോപ്പർ സർവേയുടെ വഴി നമ്മൾ എന്ത് ചെയ്യണം, അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അതേപോലെ തന്നെ ബ്രൈവിറ്റി, അതായത് ലോങ് റിപ്പോർട്ട്സിലൊക്കെ ഡിഫിക്കൽട്ട് ടു ദ അനാലിസിസ്. സോ നമ്മൾ എപ്പോഴും ബ്രീഫായിട്ട് വേണം എഴുതാനായിട്ട്. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്കോണമി. അതായത് ദ റിപ്പോർട്ട് ഷുഡ് ബി ആസ് എൻ ഇക്കോണമിക്കൽ ആസ് പോസിബിൾ. ദാറ്റ് മീൻസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രിപ്പയറിംഗ് റിപ്പോർട്ട് ഷുഡ് ബി ലെസ് ദാൻ ബെനിഫിറ്റ് ഡിറൈവ് ഫ്രം ദ ഇറ്റ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ഇത്രത്തോളം നമുക്ക് ഫിനാൻഷ്യൽ വയബിലിറ്റി ഉണ്ടാവുമെന്ന് പറയും. ബട്ട് നമുക്കതിൻ്റെ പ്രോസസ്സ്, അതായത് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു തരത്തിലും ബെനിഫിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇക്കണോമിക്കൽ. ഓക്കെ, നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ദ പ്രോപ്പർ ഷെഡ്യൂളിംഗ്. നമുക്കിപ്പോഴും എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ട് ഉണ്ടായിരിക്കണം. ലൈക്ക് നമ്മളിപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ അതിന് നമ്മൾ തന്നെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ആ ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ നമുക്കത് പ്രിപ്പറേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫാക്ച്വൽ ഇൻഫർമേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്യുറേറ്റ് ഇൻഫർമേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ടേം തന്നെയാണ്. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഒരിക്കലും അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്ക് ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദീസ് ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ആ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഈസ് ദ മെത്തേഡ് ഓഫ് റിപ്പോർട്ടിംഗ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് തയ്യാറാക്കേണ്ടത്? ഓക്കെ, ദ ഫസ്റ്റ് വൺ, അതായത് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കത് പല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ റിപ്പോർട്ടിംഗ്. കൂടുതൽ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ റിട്ടേൺ റിപ്പോർട്ടിംഗ്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്? ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ഫാക്ച്വൽ ഫിഗേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കണം. അതേപോലെ തന്നെ കമ്പാരിറ്റീവ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ഇതൊക്കെയാണ് ഒരു ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. അടുത്തത് ടാബുലേറ്റഡ് ഇൻഫോർമേഷൻ, അതായത് നമ്മളിപ്പോൾ ടേബിൾ ഫോർമാറ്റിലേക്ക്, ലൈക്ക് ഇപ്പോൾ സെയിൽസ് ആവാം, എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കാം, പ്രൊഡക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ്
ടാബുലേറ്റഡ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് റേഷ്യോസ്. നമുക്കറിയാം പല അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ പ്രിഡിക്റ്റിംഗ് ദ ഫിനാൻഷ്യൽ വയബിലിറ്റി, ലൈക്ക് current ratios, efficiency ratio, liquidity ratios, profitability ratio, operating ratios. അങ്ങനെ there is a lot of ratios are related with accounting. So അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് വരുന്ന റിട്ടേൺ റിപ്പോർട്ടിംഗ്. റിട്ടേൺ റിപ്പോർട്ടിങ്ങിൽ ഏതൊക്കെയാണ് കണ്ടന്റ് കണ്ടത്? ഒന്ന് ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ടാബുലേറ്റഡ് ഇൻഫോർമേഷൻ ആൻഡ് അക്കൗണ്ടിങ് റേഷ്യോസ്. ഇനി റിട്ടേൺ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഓറലാണ്. ഓറൽ മീൻസ് നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിംഗ്, കോൺഫറൻസ്, ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓറൽ റിപ്പോർട്ടിംഗ് നമുക്ക് നടത്താം. പക്ഷേ ആ ഒരു ഒരിക്കലും ആരും ഓറൽ റിപ്പോർട്ടിംഗ് ആരും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. കാരണം അത് പറഞ്ഞു പോകുന്നതാണ്, അത് ആർക്കും ഒരിക്കലും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ കോൺഫറൻസിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളതിന് റിട്ടേൺ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓറൽ റിപ്പോർട്ടിംഗ് ഉണ്ട്. അടുത്തതാണ് ഗ്രാഫിക് റിപ്പോർട്ടിംഗ്. അതായത് ചാർട്ടായിട്ടായിരിക്കാം, ഡയഗ്രാം ആയിട്ടായിരിക്കാം, പിക്ചേഴ്സ് ആയിട്ടായിരിക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പെട്ടെന്ന് നമുക്കത് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 3 മെത്തേഡുകളിലൂടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് റിട്ടേൺ ആയിരിക്കാം, റിട്ടേൺ ആണ് കൂടുതലായിട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക് ഉണ്ട്, ഓറൽ ഉണ്ട്. ഓറൽ പക്ഷേ റിട്ടേൺ ഇതിലേക്ക്, അതായത് ഒരു മീറ്റിങ്ങിലൂടെ അവർ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരു റിട്ടേൺ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ വേ ഓഫ് ദി മെത്തേഡ് ഓഫ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ ചാപ്റ്റർ വൈസ് 5 ചാപ്റ്റേഴ്സാണ് ഇതിൽ. അപ്പോൾ 1 by 1 നിങ്ങളതൊന്ന് പഠിച്ച് എക്സാമിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.